ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അപ്പിയറൻസിൽ നമ്മളൊരു കോംപ്രമൈസും ചെയ്യാറില്ല അല്ലേ. നമ്മളുടെ ചെറിയ മക്കൾക്ക് അവരുടെ ലുക്ക് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കിന്നൊരു ഹെയർ ക്ലിപ്പ് ചെയ്ത് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ യാണോറ സ്റ്റുഡിയോ. ഈ ക്രോഷേ ഹെയർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് യാൺ വേണം, റെഡ് യാൺ വേണം, ഗ്രീൻ യാൺ വേണം. അപ്പം ഈ ഗ്രീൻ യാണും റെഡ് യാണും വളരെ കുറവ് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീനിന് എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. റെഡ് ഇവിടെ 4 പ്ലേ യാണാണ്, കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. ഇത് അക്രലിക് കോട്ടൺ മിക്സ് ആയിട്ടുള്ള യാണാണ്. ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് മാർക്കർ വേണം, നീഡിൽ, സിസേഴ്സ്, ഹുക്ക് ഒരു 2.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്രോഷേ ഹെയർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് യാണാണ് എടുത്തിട്ടുള്ളത്. പിങ്കി റാപ്പ് ചെയ്യുക. ഒരു സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹുക്ക് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റ് പിടിക്കുക. ഈ വർക്കിംഗ് യാണിന് ഇതുപോലെ ഹുക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോമായി യാൺ ഓവർ ചെയ്തിട്ട് ഈ ലൂപ്പിലൂടെ എടുത്ത് ടൈറ്റ് ചെയ്യുക. ഇനി ഒരു 21 ചെയിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഹുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ചെറുതായിട്ട് തിരിക്കണം. എന്നിട്ട് ഈ യാൺ ഹുക്ക് ചെയ്ത് ഈ ലൂപ്പിലൂടെ ഇതുപോലെ വലിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ചെയിൻ ചെയ്തു. ഇതുപോലെ നമുക്ക് 21 ചെയിൻ ചെയ്യണം. 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 21 ചെയിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട്, ഇതാണ് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഹുക്ക് ഈ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യുക. ഈ യാണിന് ഹുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിലിപ്പോൾ 2 ലൂപ്പുണ്ട്. ഈ 2 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്ത് ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ ചെയ്തു. ഈ സിംഗിൾ ക്രോഷ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഈ സിംഗിൾ ക്രോഷ മാർക്ക് ചെയ്യുക. നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ ചെയ്തു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റിച്ചസ് എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യണം. ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. ഈ പാറ്റേണിൽ തന്നെ ഈ എൻഡ് വരെ നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യണം. ഈ ലാസ്റ്റ് സ്റ്റിച്ച് വരെ നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് ടേൺ ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന തന്നെ നമ്മൾ ഇതുപോലെ സിംഗിൾ ക്രോഷ ചെയ്ത് കണ്ടിന്യൂ ചെയ്യും. ഈ സ്റ്റിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യണം. ഇതേപോലെ ഇനി ഈ എൻഡ് വരെ സിംഗിൾ ക്രോഷ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് ഇതേപോലെ സിംഗിൾ ക്രോഷ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ആകുമ്പം ഒരുമിച്ച് വർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്യണം. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇതുപോലെ സിംഗിൾ ക്രോഷ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യണം. തേർഡ് റൗണ്ടാണിത്.
ആദ്യത്തെ സിംഗിൾ ക്രോഷ് ചെയ്തു. ഈ സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ എൻഡ് എത്തുന്ന വരെ ഇതേപോലെ സിംഗിൾ ക്രോഷ് ചെയ്യണം. ഇതുപോലെ ഒരു 15 റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മൾ 15 റൗണ്ട്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്രോഷ് ചെയ്ത് 15 റൗണ്ട് വരെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് ഈ യാണൊന്ന് കട്ട് ചെയ്തെടുക്കണം. പതിനഞ്ച് റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ യാൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ യാൺ ടെയിൽസ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. യാൺ ടെയിലെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി റെഡ് യാൺ യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ റെഡ് യാൺ ഈ ബേസിലോട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് പിങ്കി റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിൽ ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ എൻഡിൽ സ്റ്റിച്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാം. ഞാൻ അല്ലാതെ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു 4 ചെയിനാണ് ചെയ്യേണ്ടത്. 1 2 3 4 4 ചെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട്, ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇവിടെ നിന്ന് നമ്മൾ ഒരു 4 ചെയിൻ ചെയ്യും. 1 2 3 4 4 ചെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ ഈ ബേസിന് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. 4 ചെയിൻ വെച്ചിട്ട് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഈ സ്റ്റിച്ചസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 3 സൈഡിലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ സൈഡ്സും നമ്മൾ ഈ സെയിം സ്റ്റിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ക്ലിപ്പിൻ്റെ ഷേപ്പിലോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഈ മിഡിൽ പോർഷനിൽ ഇതുപോലെ വലിച്ച് ഈ രീതിക്ക് പിടിക്കുക. അതിനുശേഷം ഈ ഒരു എൻഡും ഇതുപോലെ ചേർത്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഈ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇവിടെ കിട്ടും. ഇതുപോലെ മിഡിൽ പോർഷനിൽ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ടെയിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആ ഷേപ്പ് ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ
നടുക്കുള്ള ഈ ഒരു ഡിസൈൻ കൂടി ചെയ്തെടുക്കണം. ഇനി ഈ നടുക്കുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 20 ചെയിനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 20 ചെയിൻ ചെയ്തെടുക്കണം. 1 2 3 4 ചെയിൻ ചെയ്തതിന് ശേഷം തേർഡ് സ്റ്റിച്ചിലോട്ട്, ഇത് ഫസ്റ്റ് സ്റ്റിച്ചാണ്, സെക്കൻഡ് തേർഡ് സ്റ്റിച്ചിലോട്ട് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്തിട്ട് ഈ ഹുക്ക് സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യുക, ഹുക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഹുക്ക് ചെയ്തെടുക്കുക, അടുത്ത 2 ലൂപ്പിലൂടെ ഹുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ് ചെയ്യുക. ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുക്കുക, അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക, അടുത്ത സ്റ്റിച്ചിലും ഇതുപോലെ ഈ ലാസ്റ്റ് സ്റ്റിച്ച് വരെ നമ്മൾ ഡബിൾ ക്രോഷ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ഡബിൾ ക്രോഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ യാണൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ 2 എൻഡും യാൺ തമ്മിൽ കൂട്ടി ഇതുപോലെ കെട്ടിയെടുക്കും. ഇതുപോലെ കെട്ടിയെടുത്തതിന് ശേഷം ഈ യാണിൻ്റെ ഈ ബോയിൻ്റെ ഡിസൈനിൽ നടുക്കുള്ള ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ചെറിയുടെ ഡിസൈനാണ് ഇതിൽ ചെയ്യേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ആളുകൾക്ക് ഇതറിയാൻ പറ്റും, ഇങ്ങനത്തെ സ്റ്റിച്ചസ് ചെയ്യാനായിട്ട്. അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീക്കിയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയുടെ ബ്രാഞ്ചസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചെറി ക്രോഷേ ഹെയർ ക്ലിപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പഴയ ക്ലിപ്പുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ക്ലിപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു പ്രൊജക്റ്റായിട്ട് കാണാം. ബൈ ബൈ.